ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാചകമൊന്നും അല്ലെന്ന് ചെയ്യുന്നത്. എനിക്കാവുന്ന കാലത്തൊക്കെ കഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ജീവിച്ചുകൊണ്ട് നമ്മൾ ഇച്ചിരി പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളൊരു കൂലിപ്പണിക്ക് പോകുന്നത് പോലെ അല്ല. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ നട്ടു വളർത്തി കഴിഞ്ഞാൽ, ഇന്ന് സമ്പത്ത് കാലത്ത് കൈ വെച്ചാൽ ആപത്ത് കാലത്ത് തിന്നാമെന്ന് പറഞ്ഞതുപോലെ ആപത്ത് ആ തിന്നാം. ആപത്ത് തിന്നാൻ. പക്ഷെ ഇന്ന് തീരെ പറ്റൂല. ഞാൻ ഈ പറമ്പിനകത്ത് അന്നൊക്കെ രണ്ട് മൂന്ന് ജാതി തൈയൊക്കെ നട്ടു. ഈ ജാതി നട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അന്ന് ഇവിടെ ഒന്നും ആർക്കും ജാതി മരങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞാനിക്ക് ഇവിടെ അഞ്ചാറ് ജാതി ഇവിടെ ചേട്ടൻ പണിക്ക് പോയി ചെന്ന് കൊണ്ട് തന്നായിരുന്നു. ഞാൻ അതൊക്കെ നട്ടി പിള്ളേരും ഞാൻ ഇവിടെ, അന്ന് ഞങ്ങൾക്ക് കിണറുമൊന്നുമില്ല. അപ്പൊ നമ്മൾ വെള്ളമൊക്കെ ചുമന്നോണ്ട് വരണം. അപ്പൊ എല്ലാവരും കൊണ്ട് വെച്ച് വെള്ളം ചുമന്നോണ്ട് വന്ന് കുടിക്കുന്നുണ്ട്, നിങ്ങൾ ജാതി നനയ്ക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. ഇവിടെ ഈ താഴെ പാടത്തിന്റെ അവിടെ ഒരു കുളമുണ്ട്. അപ്പൊ ആ കുളത്തിൽ നിന്ന് മോട്ടർ അടിച്ച് വെള്ളം കരക്കി കയറ്റുമ്പോൾ ഞങ്ങൾ പാത്രവും കൊണ്ട് ചെന്ന് അവരടിച്ച് അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഈ കുഴിയിൽ ഇങ്ങനെ വെള്ളം കിടക്കും. അപ്പൊ ഞങ്ങൾ ചെന്നിട്ട് ഈ പാത്രവും കൊണ്ട് ചെന്നിട്ട് അത് മുക്കിൽ ചുമന്ന് കൊണ്ടൊക്കെ ജാതിയൊക്കെ നനച്ച് 4 ജാതി മരം ഉണ്ടായിരുന്നു. ജാതിയൊക്കെ നനച്ച് ഞങ്ങൾ ഇങ്ങനെ വളർത്തിയതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മണ്ണിനകത്ത് നമുക്കിപ്പോൾ 5 സെന്റോ 10 സെന്റോ 2 സെന്റോ ഉള്ളെങ്കിൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൃഷികൾ ചെയ്താൽ നമുക്കതൊരു സന്തോഷവും ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ പറമ്പിനകത്തൊക്കെ ഞാൻ ഇഷ്ടം പോലെ കൃഷി ചെയ്യണം. അന്നൊക്കെ ഞാൻ കിളയ്ക്കുമായിരുന്നു, നന്നായിട്ട് ഞാൻ കിളയ്ക്കുമായിരുന്നു. കിളച്ച് കപ്പയും ചേനയും കാച്ചിലും ഒക്കെ നട്ട് ഞാൻ വിൽക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാണ് നമ്മൾ ജീവിച്ചത്. അപ്പൊ അതുപോലെ തന്നെ കുരുമുളക്, ഈ പറമ്പ് നിറച്ച് കുരുമുളകായിരുന്നു. പൊങ്ങല്യം എന്ന് പറഞ്ഞ മരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ മരത്തിലെല്ലാം അന്ന് ഞാൻ ഇവിടെ താമസിക്കാൻ വരുമ്പോൾ ഇവിടെ ഒന്നും മരത്തിലൊന്നും ഇല്ല. ഞങ്ങൾ നട്ട അതെല്ലാം പൊങ്ങല്യത്തിലെല്ലാം പൊടിയിട്ടിട്ട് കുരുമുളക്, ഇഷ്ടം പോലെ കുരുമുളക് പറിച്ചു. ഇവിടെയൊക്കെ ഉണങ്ങിയാണ് കുരുമുളക്. 10, 30, 40 കിലോ കുരുമുളക് ഉണങ്ങിയത് ഞാൻ ചന്തയിൽ കൊണ്ട് വിൽക്കും. അന്ന് വിലയൊന്നും ഇല്ല കേട്ടോ, 60 രൂപ 70 രൂപ. ഒരു പ്രാവശ്യം മാത്രമേ 250 രൂപ കിട്ടി ഒരു കിലോ കുരുമുളകിന്. അന്ന് ഞാൻ ഇച്ചിരി സ്വർണ്ണമൊക്കെ മേടിച്ചായിരുന്നു. ഇപ്പൊ ആ സ്വർണ്ണമൊക്കെ പോയി കേട്ടോ, അതൊന്നും ഇല്ല. അന്ന് അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി സ്വർണ്ണമൊക്കെ നമ്മൾ ലോക്കറി ലോക്കറി വെച്ചേക്കും. വെച്ചേക്കുക നമ്മളത്. അപ്പൊ അത് അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പണികൾ എടുത്താണ് ജീവിച്ചത്. അതുപോലെ പശു വളർത്തുക, ആട് വളർത്തി, കുട്ട വളർത്തി, മീൻ വളർത്താം, മുയൽ വളർത്തി. ഇതെല്ലാം ഞാൻ ഈ കോഴി കോഴി ഇഷ്ടംപോലെ കോഴി ഉണ്ടായിരുന്നു. അതാണ് പ്രധാനം അല്ലേ? 100 കോഴി ഉണ്ടായിരുന്നു. വലിയ ഷെഡ് ഉണ്ടാക്കി അതിനകത്ത് ഇട്ട് ഞാൻ വളർത്തുമായിരുന്നു. അപ്പൊ അതൊക്കെ അമ്മ ഉണ്ടാക്കിയതാട്ടോ ഷെഡൊക്കെ. ഞാൻ തന്നെ എനിക്ക് അന്ന് ആവുമായിരുന്നു കേട്ടോ. പശുവിന് പൊഴുത്തൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അല്ല ആരും എന്നെ സഹായിക്കാനൊന്നുമില്ല. ചേട്ടന് പണിക്കങ്ങ് പോകുന്നതുകൊണ്ട് ഇവര് കുഞ്ഞുങ്ങളുമാണ്. ഇവരും പള്ളിക്കൂടത്തിൽ പോകും. പിന്നെ ഞാൻ തന്നെയല്ല ഉള്ളു. അപ്പൊ ഞാൻ തന്നെക്കും താനെയാണ് ഈ കുരു കുത്തി തൊഴുത്തുണ്ടാക്കുന്നതും പശു മേടിക്കാൻ പോകുന്നതും പുല്ല് വെട്ടാനൊക്കെ. പിന്നെ പിള്ളേർ കൂടെ വരും. അങ്ങനൊക്കെ നമ്മൾ ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ച് അന്നത്തെ കാലമെന്ന് പറഞ്ഞാൽ അതായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിച്ച് അന്ന് ഞാൻ നട്ട ജാതി മരം, അതാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത്. അന്ന് നട്ട ഇപ്പൊ കൊടിയൊക്കെ അങ്ങ് പോയി കേട്ടോ. ഈ മരമൊക്കെ വെട്ടി വെക്കും. നമ്മൾ ഓരോ ആവശ്യത്തിന് പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോൾ പൈസയുടെ അത്യാവശ്യമൊക്കെ വരുമ്പോൾ ഈ മരം വെട്ടി വെക്കുമ്പോൾ ഈ കൊടി അങ്ങ് പോകും. അപ്പൊ അങ്ങനെ നമുക്കിപ്പോ കുരുമുളക് പൊടിയൊന്നും ഇല്ല. എന്നാലും ഒരു അത്യാവശ്യം നമുക്ക് പറിച്ചു തിന്നാനുള്ള ഒരു 2 കിലോ കുരുമുളകൊക്കെ വിൽക്കാനുണ്ട് ഇപ്പോഴേ. നമ്മുടെ വീട്ടിൽ ഇന്ന് വരെ നമ്മള് കുരുമുളക് വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചിട്ടില്ല. ഞാനിപ്പോ നമ്മളെ അങ്ങനെ കുരുമുളകൊക്കെ ഉണ്ട്. അപ്പൊ ഈ ജാതി മരമൊക്കെ 2, 3 ജാതി ആണായിരുന്നു. ഈ ആൺമരത്തിൽ കായ ഉണ്ടാവില്ല, അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ജാതി മരം നിന്നു. പിന്നെ ഞാൻ 2 ജാതി മരം കൊണ്ട് നട്ടു. അതൊക്കെ ഇപ്പൊ ഒരു 3 ജാതി ഇവിടെ കായ്ക്കുന്നുണ്ട്. ഞാൻ ഈ പർവ്വതത്തിന് പോകുന്ന സമയത്ത് നടക്കുന്ന കാലത്തുണ്ടല്ലോ, ഈ ജാതിക്കാന്ന് ഇങ്ങനെ കൂട്ടി വെക്കുമില്ല. കൂട്ടി ജാതിക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇപ്പൊ ഒരു 10 കിലോ മൊത്തം ജാതി ജാതിക്കായുള്ളത് ഉണ്ട്. ഉണ്ട് അല്ലെ? ഇത് നമ്മുടെ നാടൻ നാടൻ ജാതിയാണ്. ജാതി. അപ്പൊ അതുകൊണ്ടാണ് കായ ഇച്ചിരി ചെറുതാണ്. ചെറുതായത്. അപ്പൊ ഇങ്ങനെ നാടനായതുകൊണ്ട് കുലുങ്ങണം. ഇത് കുലുങ്ങുമ്പോഴാണ് ഈ കാ വെയിലത്തിട്ട് നമ്മൾ പറിച്ചു വെക്കുന്നത്. ഞാൻ അമ്മക്കൊന്ന് കാണിച്ചു തരാം. ഇത് അമ്മയുടെ ജാതിക്ക ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. അമ്മ കുറെ പ്രാവശ്യം എന്നോട് കൊണ്ട് വിൽക്കാനായിട്ട് പറഞ്ഞു. ഞാൻ ഇവനോട് പറഞ്ഞു കൊണ്ട വിൽക്കടാന്ന് പറഞ്ഞേ. അപ്പൊ അവൻ പറഞ്ഞു അമ്മയും കൂടെ വരുമ്പോ കൊണ്ടുപോയി, എനിക്കങ്ങ് പറ്റൂലെന്ന് പറഞ്ഞു. ഇവൻ അങ്ങനെ വിൽക്കാനൊന്നും ഇവൻ കൊണ്ടുപോയിട്ടില്ല. അത് മാത്രല്ല, ഈ ജാതിക്ക നമ്മൾ വിൽക്കണ കടയിലെ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ചെറുമുഴിക്കൽ എന്ന് പറയുന്ന ഒരു കടയിലാണ് വിൽക്കുന്നത് അല്ലേ? ചെറുമുഴിക്കൽ പിറവത്തെ ഫേമസ് ഒരു കടയാണ്, ഇതാണ്. അപ്പൊ അവരുണ്ടല്ലോ, അമ്മേനെ അറിയുന്നതാണ്. അമ്മേനെ അറിയുന്ന മീൻസ് ചാനൽ കാണാറുള്ള അല്ലേ? ചാനൽ കണ്ടാലും പണ്ട് മുതലേ എന്നെ അവരറിയാം. ഞാൻ അവിടെ കൊണ്ടുവന്ന ഈ കുരുമുളകും ഒക്കെ കൊണ്ട് വിൽക്കുന്നത്. അപ്പൊ അവിടുത്തെ ചെറുക്കനും അതിന്റെ വൈഫും ഒക്കെ അമ്മയുടെ ചാനൽ കാണാറുള്ള, അപ്പൊ യൂട്യൂബ് ഒക്കെ കാണാറുള്ളതുകൊണ്ട് വലിയ കാര്യം അമ്മ ചെല്ലുമ്പോ. അപ്പൊ ഞാൻ അമ്മയോട് പറയും, എനിക്ക് പറ്റില്ല എന്നിട്ടല്ല കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ അമ്മയോട് പറയും, അമ്മ പോകുമ്പോ കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നട്ട് വളർത്തി ഉണ്ടാക്കിയ സാധനമാണ്. ഇത് ഓരോന്നും പറിച്ച് പിറക്കിയൊക്കെ ഇങ്ങനെ വെച്ചേക്കുവാണ്. ജാതിക്ക് മാത്രമല്ല, ഇത് ജാതി പത്രി ഉണ്ട് കേട്ടോ. ജാതി പത്രി ഇതെല്ലാം അമ്മ ഉണങ്ങി വെച്ചേക്കുന്നതാണ്. പിന്നെ കുരുമുളക് ഇത് കുരുമുളക് ഇരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവനോൻ ഉണ്ടാക്കിയ സാധനങ്ങൾ അവനോൻ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് 10 രൂപ അവനോന്റെ കയ്യിൽ കിട്ടുമ്പോ ഒരു സന്തോഷമില്ലേ അമ്മേ? അപ്പൊ ശരിയല്ലേ? ഞാൻ ആഴ്ച 2 തവണ പർവ്വതത്തിന് പോകുവാനുള്ള സാധനങ്ങൾ. അപ്പൊ 1 കിലോ ജാതിക്കാണ്ടി അതും ഒരു കൂടിനകത്ത് ഞാനും കൊണ്ട് കൊടുക്കുമായിരുന്നു.
അങ്ങനൊക്കെ നമ്മൾ അപ്പൊ ഒരു കൊണ്ടുപോയി മീൻ ഇപ്പൊ വാങ്ങിക്കാനോ ആ പച്ചക്കറി വാങ്ങിക്കാനോ ഒക്കെ ഒക്കെ കിട്ടും കിട്ടും. അല്ലേ? അപ്പൊ ഇപ്പൊ എനിക്ക് അങ്ങനെ പർവ്വതത്തിനൊന്നും പോകാനും ബസ്സിലൊന്നും കയറി പോകാൻ വയ്യാത്തോണ്ടാണ് യാത്ര ഇവിടെ ഇരുന്നത്. അല്ലെങ്കിൽ കിളയ്ക്കാനും വയ്യ ഇപ്പൊ. ഇപ്പൊ കിളയ്ക്കാനും വയ്യ. മറ്റേ ഞാനിപ്പോ ഇഞ്ചി നടും. നമ്മൾ ഇഞ്ചി ഒന്നും കാശ് കൊടുത്ത് മേടിക്കാറില്ലായിരുന്നു കേട്ടോ. ഇക്കൊല്ലം എനിക്ക് ഇഞ്ചി ഒന്നും നടാൻ വയ്യ. എന്നാലും ഞാനൊരു കോല് കൊണ്ട് മാന്തി 2-3 ചോട് ഇഞ്ചി ഇപ്പൊ പറമ്പി നട്ടിട്ടുണ്ട്. പിന്നെ വേറെ അപ്പൊ കാര്യമുണ്ട്, അമ്മ ഇഞ്ചി വാങ്ങിക്കാറില്ല എന്ന് പറയാൻ കാരണമില്ലേ, അമ്മയ്ക്ക് ഇപ്പൊ കിളയ്ക്കാൻ പറ്റത്തില്ല, അമ്മ കൂടില് നടും അല്ലെ ഇഞ്ചി. കൂടിനകത്ത് നടുവായിരുന്നു. അത് അമ്മ കറി വെക്കാൻ എടുക്കാനുള്ള ആ ഇഞ്ചി അല്ലേ. ആ അതായത് മറ്റേ ഗ്രോ ബാഗ് പോലത്തെ ബാഗോ അല്ലെങ്കിൽ നമ്മുടെ സാരി കവർ പോലത്തെ കവർ ഒക്കെ, കടയിലെ കവറിന്റെ അകത്തൊക്കെ അമ്മ ഇഞ്ചി നട്ട് നട്ട് വെക്കും ഈ സൈഡിൽ കൂടെ ഒക്കെ. അപ്പൊ എന്നും കറിക്ക് അതിൽ നിന്നാണ് മാന്തി 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 എടുക്കുന്നത്. ഇഞ്ചി പിന്നെ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മള് മുയൽ വളർത്തി കഴിഞ്ഞാൽ കണ്ണങ്ങ് തുറന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാർ വന്ന് കൊണ്ടുപോകും. ഒരെണ്ണത്തിന്റെ കുഞ്ഞിന് 100 രൂപ കിട്ടും. അപ്പൊ ഒരു 4-5 എണ്ണത്തിനെയൊക്കെ ഒരു ദിവസം കൊടുക്കുമായിരുന്നു. അങ്ങനെയും എനിക്ക് പൈസ പിന്നെ കിട്ടുമായിരുന്നു. മീൻ കുഞ്ഞുങ്ങളെ മീൻ കുഞ്ഞ് ഗപ്പി. ഗപ്പി ഇപ്പോഴും ഇവിടെ ഗപ്പി കിടപ്പുണ്ട് കേട്ടോ. പിള്ളേര് ഇഷ്ടം പോലെ വരും ഗപ്പിക്ക്. 2 ഗപ്പി ഞാൻ 15 രൂപ വെച്ച് കൊടുക്കും. അപ്പൊ 10, 40, 50 ദിവസം വരുമാനമായിരുന്നു അതൊക്കെ എനിക്ക്. ആ ഇപ്പൊ എനിക്ക് വരുമാനം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ അമ്മയ്ക്ക് നമ്മളിങ്ങനെ കുറെ പിള്ളേരുണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങിക്കാൻ, മുയല് വാങ്ങിക്കാനും ഇല്ലെന്ന്. ആ കുറെ കുഞ്ഞു പിള്ളേരോട് വരുമായിരുന്നു, അവരിങ്ങനെ മുയല് വാങ്ങിക്കാൻ അവരിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും, മുയല് ഗപ്പി അല്ലെ ആ ഒക്കെ വാങ്ങിക്കാനായിട്ട് വരും. പിന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനം മുട്ടയായിരുന്നു അല്ലേ? മുട്ട ആഴ്ചയിൽ 2 തവണ ഞാൻ പർവ്വതത്തിൽ മുട്ടയും കൊണ്ട് പോകും. 100 മുട്ടയൊക്കെ കൊണ്ടുപോകായിരുന്നു. ഇപ്പൊ ഞങ്ങൾ മുട്ട ഇങ്ങോട്ട് മേടിക്കും. അപ്പൊ അയാൾ എന്നോട് ചോദിക്കും, ഇതെന്നാ ചേച്ചി ഇപ്പൊ കോഴിയൊന്നും വളർത്തില്ലെന്ന് ചോദിക്കും. അതുപോലെ തന്നെ കോഴിയൊക്കെ ഞാൻ വിൽക്കുമ്പോൾ പൂവനൊക്കെ ഈ നേർച്ച നമ്മുടെ തിരുവമ്പള്ളി ഈസ്റ്ററിനൊക്കെ നേർച്ച ഉണ്ടല്ലോ, അല്ലേ? തിരുവമ്പള്ളി നേർച്ച കണ്ടല്ലോ, 10, 3000, 4000 രൂപയുടെ കോഴിപ്പോനെയൊക്കെ ഞാൻ വിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലിരുന്നോണ്ട് പൈസ ഉണ്ടാക്കിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. പിന്നെ കൂലിപ്പണിക്കൊക്കെ അന്ന് പോയാൽ അതിന് മാത്രം പൈസയൊന്നും കിട്ടാനില്ല. ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നത് അങ്ങനായിരുന്നു. നമ്മള് കഷ്ടപ്പെട്ട് അമ്മ പൈസ സാധാരണ ഉണ്ടാക്കി. ഒരു ജോലിക്കൊന്നും ഇന്നുവരെ അല്ല, എങ്ങും ഞാൻ പോയിട്ടില്ല. കൂലിപ്പണിക്കൊന്നും മീൻസ് പോയിട്ടില്ല. അതിന് സമയമില്ല എനിക്ക് പോകാനൊക്കെ. അമ്മയ്ക്ക് വീട്ടിൽ ഫുൾ ബിസിയാണ് ആ അല്ലേ? ഇപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ പറമ്പ് ചെയ്യണം. ഞാൻ രാവിലെ 2 നേരം പറമ്പിൽ നിന്ന് ഇറങ്ങി നടക്കും. പറമ്പെല്ലാം ഇപ്പൊ പുല്ലൊക്കെ കയറി കിടക്കുന്നുണ്ട്. ആരും കളയ്ക്കാനും ഇല്ല, ചെയ്യാനും ഇല്ല. എന്നാലും എന്റെ മനസ്സിനകത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഇതുപോലെ 2 ജാതിമരവും, നമുക്ക് വെള്ളമൊന്നുമില്ല, നമ്മൾ ചോന്നോട്ട് വന്ന് ഒഴിച്ചാലും മതി. ഞങ്ങൾ ഇതിന് വളമൊന്നും ഇടുന്നില്ല കേട്ടോ, അതും പറയാൻ പറ്റും. നമ്മള് ശരിയാ കേട്ടോ. രാസവളങ്ങളൊന്നും ഇടുന്നില്ല. ഞങ്ങൾ ജാതിക്ക ചാരം പൊഴിഞ്ഞു വാരി ഇടും. പോണേനും വളയിടാറില്ല അല്ലേ അമ്മ? ഒന്നുമില്ല. നമ്മൾ ഒരു വളവും കൂട്ടുവളങ്ങളും ചേർക്കാല്ല, ചാരമൊക്കെ വാരി ഇടും. പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ടമ്മേ, ഇപ്പൊ നമ്മുടെ ഈ കുരുമുളകില്ലേ, ഈ കുരുമുളകൊക്കെ നമ്മുടെ ഫ്രഷ് കുരുമുളക്, പുതിയ വരുമാനത്തെ കുറിച്ച് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു. അമ്മയ്ക്ക് വരുമാനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഞാനാട്ടോ. അത് വേറെ കാര്യം അല്ലേ അമ്മേ? അല്ലേ? അമ്മയ്ക്ക് പണ്ട് ഞാൻ വരുമാനം, അമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമെന്ന് പറയത്തില്ലേ, അപ്പൊ അമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ നെയ്യപ്പം നെയ്യപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി തരുവായിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറയുമായിരുന്നു, അമ്മേ നമുക്കൊരു കാര്യം ചെയ്യാമേ, ഈ നെയ്യപ്പം ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാന്ന് പറയുമായിരുന്നു അല്ലേ. ആ അങ്ങനെ ഞങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് വലിയ ഒത്തിരി സ്ഥലത്തേക്കല്ല, നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ, പിന്നെ അന്ന് നമുക്ക് ഇവിടെ ഇഷ്ടികക്കളങ്ങൾ ആ ഉണ്ടായിരുന്നില്ലേ. ആ നമ്മുടെ തൊട്ട് താഴെയൊക്കെ പാടമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പണ്ട് ഇഷ്ടികക്കളങ്ങളായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ നെയ്യപ്പം വാങ്ങിക്കുമായിരുന്നു അല്ലേ. അന്ന് എന്നൊക്കെ നെയ്യപ്പം ഉണ്ടാക്കുമായിരുന്നു? ഉണ്ടാക്കും പറഞ്ഞാൽ നെയ്യപ്പം, സുഹിയൻ, ഉണ്ണിയപ്പം, പരിപ്പുവട, ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അന്നേരം എനിക്ക് ആഴ്ചയിൽ ഒരു 10-3000 രൂപ എനിക്ക് കിട്ടുമായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഭയങ്കര പൈസയായിരുന്നു. പൈസക്കാരിയായിരുന്നു അന്ന് അല്ലേ. 10-11 കൊല്ലം, 6-7 കൊല്ലം ഞാൻ തന്നക്കും താനെ ഈ അരിയാണ് ഉരലിലിട്ട് കല്ലിനകത്ത് ഇടിച്ചാ പൊടിക്കുന്നത്. അമ്മ ഇടിച്ച് പൊടിച്ച് കടയിൽ കൊണ്ടുപോയി പിടിക്കത്തില്ലായിരുന്നല്ലേ ഞാൻ മില്ലില്? മില്ലൊന്നും കൊണ്ട് പൊടിക്കൂല. ഞാൻ തന്നക്കും താനെ ഇടിച്ച് പൊടിച്ച് അങ്ങനെ കുഴച്ച് വെച്ചിട്ടാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ഒരു വരുമാനമാണ്. പിന്നെ ഞാൻ ഓണഫണ്ട് വെച്ചു. അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ ഫണ്ട് ചെയ്തു. നടത്തുമായിരുന്നു ആ അമ്മ അല്ലേ. ആ ഓണ ഫണ്ട്, ഫണ്ട് അതൊക്കെ ഞാൻ ചിട്ടി. വീടുകളിൽ ചിട്ടി, ചിട്ടി അതൊക്കെ ഉണ്ട്. വീടുകളിൽ പോയി പൈസ പിരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാവരുടെയും പൈസയൊക്കെ ഓണത്തിനൊക്കെ ഫണ്ട് പൊട്ടിച്ച്, എല്ലാവരും എന്നെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാനൊരു വേറൊന്നും പൈസയുടെ പറഞ്ഞില്ല. ഒരു പ്രശ്നം വളരെ ഉണ്ടായിട്ടില്ല. നന്നായിട്ട് തന്നെ ആൾക്കാരുമായിട്ട് ഞാൻ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ അപ്പൊ വയ്യ. ശരിക്കും ചുരുക്കി പറഞ്ഞ അമ്മ വീട്ടിലിരിക്കുവാണെങ്കിലും പൈസ പൈസ ഉണ്ടാക്കാനായിട്ട് കുറെ. ഉണ്ടാക്കാമായിരുന്നു. ഇപ്പൊ തന്നെ അമ്മ കൃഷി ചെയ്യുമായിരുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പറമ്പൊന്നുമില്ല, ആകെ കൂടി ഇച്ചിരിയും പറമ്പുള്ളൂ ആ നമുക്ക്. ഉള്ളതിനകത്ത് നിറച്ച് കൃഷിയായിരുന്നു. ഇവിടെ വല്യമ്മയോട് പറഞ്ഞു ജീരകമല്ലാത്തതെല്ലാം പൊന്നമ്മ കൃഷി ചെയ്യുമെന്ന്. പച്ചക്കറി, ഉരുളനും സബോളയും അല്ലാത്ത ക്യാരറ്റും. കൃഷികളെല്ലാം ഇതെല്ലാം ഞാൻ കൃഷി ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ വയ്യ. പുറത്തോട്ട് തന്നെ പക്ഷെ വേറൊരു ഇറങ്ങിപ്പോകാൻ വയ്യ. കാര്യമുണ്ട് കേട്ടോ. അമ്മ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് അമ്മ പറയുന്നില്ലേ. പക്ഷെ ഇപ്പോഴത്തെ അമ്മ ഇപ്പോഴും അമ്മ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ജോലി അമ്മ ചെയ്യുന്നുണ്ട്. എപ്പോഴും പൈസ ഏൺ ചെയ്യുന്നുണ്ട്. അമ്മയുടെ ആവശ്യങ്ങൾക്കുള്ള, അമ്മയുടെ മരുന്ന് വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ പൈസ അമ്മ ഏൺ ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അമ്മ ചെയ്യുന്ന പ്രധാന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നേ എന്നമ്മേ? ഇപ്പൊ യൂട്യൂബാണ് നമ്മുടെ. യെസ്. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ ആണെങ്കിൽ ഞാൻ ഇവൻ വൈകിട്ട് വന്നപ്പോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ തയ്യാറെടുത്തിരുന്നു. ഇവൻ രാത്രി 8 മണിയായി വന്നപ്പോ. പിന്നെ പറ്റൂലായിരുന്നു. എന്നാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചാണ് കേട്ടോ വരുന്നത്. പക്ഷേങ്കിൽ ഞാനിങ്ങനെ ക്ഷീണിച്ചാണെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ ഞാൻ വേണമല്ലോ. അപ്പൊ അമ്മയ്ക്കാണ്, അമ്മ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കും, അത് ചെയ്യണം ഇത് ചെയ്യണം.
അമ്മയ്ക്ക് ഒട്ടും വയ്യാതെ ഈ കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിലും അങ്ങ് മൊത്തം അങ്ങ് ഡൗൺ ആയി പോയായിരുന്നു അല്ലേ അമ്മേ? ആ. ഒട്ടും വയ്യാതായി പോയെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള തോന്നലിലാണ് അമ്മ ഇപ്പോഴും അങ്ങ് എഴുന്നേറ്റ് നടക്കണത് സത്യം പറഞ്ഞല്ലേ. എന്നാന്നേലും ഞാൻ 6 മണിയായപ്പോ എഴുന്നേറ്റു. അപ്പൊ എഴുന്നേറ്റ് ഇവനോട് ചോദിച്ചു എന്തിനാ അമ്മ ഇന്ന് പഠിത്തമില്ല എന്തിനാ 6 മണിക്ക് എഴുന്നേറ്റ്? പക്ഷെ ഞാൻ ആ സമയത്ത് തന്നെ എഴുന്നേൽക്കും എത്ര പറ്റൂലെങ്കിലും. നമ്മൾ അങ്ങനെ ചെറുപ്പം മുതലേ ഞങ്ങൾ കൃഷികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിച്ചാണ്. ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് കൃഷി അറിയാൻ വയ്യ. പിന്നെ എന്നാ വേറൊരു കാര്യമുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ അപ്പൊ അമ്മ കിടക്കണ മുറിയുടെ അടുത്താണല്ലോ അടുക്കള. അപ്പൊ ഞാൻ വിചാരിക്കും ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാം ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എഴുന്നേക്കാന്ന് വിചാരിച്ചൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുമായിരിക്കും. പാടില്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും അല്ലേ. ആ. പിന്നെ ഒട്ടും വയ്യെങ്കിലും അമ്മ പറയാം നീ എന്നൊരു കാര്യം ചെയ്യും, നീ ഇന്ന് കടയിൽ നിന്ന് കഴിച്ചോളാൻ പറയും. ഞാൻ അങ്ങനെ കടയിൽ നിന്ന് കഴിപ്പ് വളരെ കുറവാ രാവിലെ. കുറവാണ്. ഇവിടെ ഞങ്ങൾ സാധനങ്ങൾ അതുപോലെ പലഹാരങ്ങൾ തീറ്റ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്ന പറയും. ഇപ്പൊ ഞാൻ എല്ലാം ഉണ്ടാക്കും. പിന്നെ ഉണ്ടാക്കും. കുഴപ്പം. കഴിഞ്ഞ ഇച്ചിരി ദിവസം കുഴലപ്പം വെള്ളപ്പം ഉണ്ടാക്കി. അപ്പൊ ഇന്ന് ഞാൻ ഇച്ചിരി 2 ദിവസം കൊണ്ട് ഓർക്കുന്നുണ്ട് ഇച്ചിരി നെയ്യപ്പം ഉണ്ടാക്കി വെക്കുവാന്ന്. ശർക്കരയൊക്കെ ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അരി പൊടിക്കാൻ എനിക്ക് തന്നെ അത്ര പറ്റൂല്ലാത്തത് കൊണ്ട് ഇപ്പം മില്ലില്ല നമ്മള് ഇപ്പൊ പൊടിക്കുന്നത്. മില്ലിൽ നെയ്യപ്പത്തിനൊക്കെ ഞാൻ ഇവിടെ മിക്സിയിൽ അരി പൊടിക്കുന്ന മിക്സി കേടായിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ബട്ടർഫ്ലൈസിന്റെ മിക്സി. അപ്പൊ ഞാൻ ഇവനോട് ഇവിടെ ഇച്ചിരി നെയ്യപ്പം ഉണ്ടാക്കുവാന്ന് നിനക്ക് 4 മണിക്ക് പോകും. രാവിലെ പോകുമ്പോ 2 കൊണ്ടുപോയി വൈകിട്ട് ഇങ്ങനെ വരുമ്പോ കഴിച്ചോണ്ടും പോരാ. അപ്പൊ ഇത്രയും ദൂരെ ഇവൻ ഇത്രയും അകലെ നില യാത്ര ചെയ്തിരുമ്പോൾ ക്ഷീണിക്കും. നമ്മൾ കടയിലൊക്കെ കയറി ചായ കുടിക്കാൻ നമുക്ക് ഒത്തിരി പൈസയൊക്കെ ആവും. അങ്ങനെ ഇപ്പോഴും ഞാൻ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ എന്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ എന്റെ കൈയും ശരീരവും സമ്മതിക്കുന്നില്ല. പക്ഷേങ്കില് അതെന്നാന്ന് അറിയോ, ഷോ നമ്മ വെച്ചാൽ നമ്മുടെ തൊട്ടപ്പുറേ നമ്മുടെ ഒരു ഓല വീണ് ലൈനിലേക്ക് നന്നായിട്ട് കത്തി അവിടെ ലൈനിന്റെ അവിടെ അല്ലേ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നും അമ്മയ്ക്ക് വയ്യെങ്കിലും അമ്മ ഇന്ന് യൂട്യൂബ് ചാനലില് അമ്മ ഇങ്ങനെ ഓരോ റെസിപ്പികള് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇടുന്നുണ്ടെങ്കിലും അത് അമ്മയ്ക്കൊരു ജോലി തന്നെ ആയിട്ടുള്ള രീതിയിലാണ് അല്ലെ. ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ യൂട്യൂബ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കും ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യം അല്ലെ. യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ പ്രായമുള്ള ആൾക്കാരെ ആണെങ്കിൽ അവരുടെ മക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ചെയ്യാം. അവരുടെ കാര്യങ്ങളും ഒക്കെ അല്ലെ നടക്കാൻ മരുന്ന് വാങ്ങിക്കാനും ഒക്കെ ഉള്ള പൈസക്കൊന്നും അമ്മ ഒന്നും ആരെ അതുകൊണ്ട് ആശ്രയിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങള് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് നമുക്ക് നടന്നു പോകുന്നുണ്ട്. അപ്പൊ അതൊരു വലിയൊരു പ്ലാറ്റ്ഫോം അപ്പൊ ഇപ്പൊ എല്ലാ തുറന്നു വരുമാനം കിട്ടിയതല്ലേ. നിന്നപ്പോ എന്റെ മനസ്സിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി എങ്ങനെ എങ്ങനെയാമേ? ചെയ്യും? എല്ലാ വരുമാനവും നിന്നപ്പോഴേ വയ്യാതെ വന്നപ്പോഴേ അപ്പൊ ഇനി എങ്ങനെ ജീവിക്കുവാന്ന് മനസ്സിന് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഈ യൂട്യൂബ് നമ്മളിപ്പോ തുടങ്ങിയിട്ട് അതിന് മാത്രം നാളായില്ലല്ലോ. അപ്പൊ ഞാനാണ് ഇത് അമ്മയുടെ ഈ ഐഡിയ പറഞ്ഞു പറഞ്ഞു കൊടുത്തത്. തന്നത്. അപ്പൊ ഇവൻ പറഞ്ഞു നമുക്ക് അന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ദൈവം സഹായിച്ചിട്ട് കാരണം ഇപ്പൊ അമ്മയെ വലിയ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ. ഞങ്ങളുടെ വീടൊക്കെ ഇപ്പൊ വളരെ മോശമായതുകൊണ്ട് വരാനുള്ള സൗകര്യത്തിന്റെ ഒക്കെ കുറവ് കൊണ്ടാ. അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തേനായിരുന്നല്ലേ അമ്മേ. അവർ സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ നമുക്ക് കഴിച്ച് പറയുമായിരുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും നമ്മൾ അറിയുന്ന ആളുകൾക്കൊക്കെ ഇടയ്ക്ക് വരാം അല്ലേ. നമുക്ക് വീടിന്റെ നമ്മുടെ വഴി വഴിയിൽ ഇറങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനും ഇപ്പൊ റോഡിലോട്ടൊന്നും കയറാറില്ല. എനിക്ക് കയറി പോകാൻ പറ്റൂല. ഈ വീടിന് ഇട്ടാവട്ടം വരുന്നോണ്ടാണ് രാവിലെ മുതൽ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പോ വയസ്സ് 72 കേട്ടോ. 1ഉം 2ഉം വയസ്സുമല്ല. അപ്പൊ എന്നെ പോലെ പ്രായമുള്ള അമ്മമാര് കുടുംബത്തിലുണ്ടെങ്കിൽ മക്കളെ കൊണ്ട് പ്രോത്സാഹനം ചെയ്ത് അവരൊരു ജീവിതമാർഗം കണ്ടെത്തി. എന്റെ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പം വരെ ഞങ്ങളെ കൃഷി ചെയ്യാനാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഇന്നും ഈ കൃഷിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മേനെ യൂട്യൂബ് ചെയ്യാൻ പഠിപ്പിച്ചത് അനീഷ ഞാനാണ്. വാഴയായാലും ഞാൻ ഇവിടെ പറമ്പിൽ ഒരു ഈ ഇടയ്ക്ക് ഇവിടെ വാഴയില്ലായിരുന്നു. ഒരു വാഴയാണെങ്കിൽ എനിക്ക് കുഴിച്ചു വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ എനിക്ക് 6-7 വാഴക്കൊല ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു 5-8 10 12 വാഴക്കൊല ഞങ്ങൾ വെട്ടി ഒക്കെ കഴിച്ചു ഓരോരുത്തർ കൊടുക്കുകയും ഒക്കെ ചെയ്ത് വിറ്റില്ല കേട്ടോ. ഇപ്പോഴും ഒരു 6-7 അതൊക്കെ ഞാൻ തന്നെ കുഴിച്ചു വെച്ചതാ. ഒരു ദിവസം ഞങ്ങൾ കൃഷിഭവനിൽ പോയപ്പോ അവിടെ വാഴക്കുഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവനോട് ഞാൻ പറഞ്ഞു എടാ ഒരു വാഴക്കുഞ്ഞ് മതി. ഇവൻ പറഞ്ഞു പിന്നെ ഇപ്പൊ ഒരു വാഴക്കുഞ്ഞ് മതി 18 രൂപ കൊടുത്ത് എന്തിനാ മേടിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്താൽ മതി. ഞാനൊരു വാഴക്കുഞ്ഞ് മേടിച്ച് 18 രൂപ കൊടുത്തൊരു വാഴക്കുഞ്ഞ് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നട്ടു. ആദ്യം ഉണ്ടായി 2 കൊലയുടെ ചെറുതായിരുന്നു. പിന്നെ ഞാൻ തന്നെ അതിന്റെ കുഞ്ഞ് അടത്തി ഞാൻ വേറെ ഒഴിച്ചു വെച്ചിട്ട് ഇപ്പൊ 2 കൊല ഉണ്ടായിട്ടുണ്ട്. 12 പടല വീതമുണ്ട് ഓരോ കൊലയ്ക്കും. അപ്പൊ ഞാൻ കായ ഉണ്ടാകുമ്പോ തന്നെ എണ്ണി നോക്കും. ഒരു വാഴയുടെ ഒരു പടല കായ 22 കായുണ്ട്. ഞാൻ എണ്ണി നോക്കും എത്ര കായ ഉണ്ടെന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഇന്നും എന്തെങ്കിലുമൊക്കെ പറമ്പിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പൊട്ടും ശരീരം നട്ടലിന് പക്ഷെ അമ്മയ്ക്ക് ഈ പ്രശ്നം ഉണ്ടല്ലോ. അമ്മയ്ക്ക് ഇച്ചിരി തല പൊങ്ങി കഴിഞ്ഞാൽ അമ്മ തൂമ്പ എടുത്ത് എടുക്കും. പറമ്പിൽ പണിയാൻ പോകുമ്പോഴാണ് പിന്നെ അമ്മ അടപടല താഴെ വീഴുന്നത്. അത് അമ്മയുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം അങ്ങനെയൊന്നും ചെയ്യരുത് അതാ ഇതാന്നൊക്കെ പറഞ്ഞാലും അമ്മ അങ്ങനെ ചെയ്യും. പിന്നെ അമ്മയ്ക്ക് സംസാരിക്കാനായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൂടി ഞാനും കൂടെ കൂടിയൊക്കെ ഒന്ന് സംസാരിച്ച്
ചില ആൾക്കാർ പറയും എന്തിനാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം പറയും. കാരണം അമ്മയ്ക്ക് ഇപ്പൊ വയ്യാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോഴാണ് അമ്മയ്ക്ക് അതിലേക്ക് വരാനായിട്ട് അല്ലേ, ആ. അമ്മയ്ക്ക് ചേർന്ന് പറഞ്ഞ് വരാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനും കൂടി ഇടയ്ക്ക് സംസാരിച്ചൊക്കെ പോകുന്നത്. പിന്നെ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ അധികം എടുക്കാത്തതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒട്ടും വയ്യാതെ വരുമ്പോഴാണ് നമ്മളിപ്പോ കിച്ചണിൽ നമ്മൾ അങ്ങനെ നമ്മുടെ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ കൂടുതൽ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പൊ അമ്മ നമ്മുടെ സ്റ്റാർട്ടിങ് ഒക്കെ മാത്രമേ നമ്മൾ ഇവിടെ വെച്ച് എടുക്കാറുള്ളൂ അല്ലേ അമ്മേ? ബാക്കിയൊക്കെ നമ്മൾ അടുക്കളയിലാണ് അപ്പൊ ഞാനൊരു സ്റ്റൂളിട്ട് അവിടെ ഇരിക്കും, ഇച്ചിരി ഇരിക്കുക. പൊക്കത്തിലൊക്കെ ഇരുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വെച്ച് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുകൊണ്ട് പറയണം. പക്ഷെ എനിക്ക് ഇത്ര ജാതിക്കാതെ ഇരിക്കാൻ അമ്മയ്ക്ക് ആദ്യമായിട്ടാണ് ഭയങ്കര ഇത്രയും ഹാപ്പി. ഇത്രയും കാരണം അമ്മ വിരോധത്തിന് മുമ്പ് ഇതെല്ലാം കൊണ്ട് വിറ്റുകൊണ്ടിരിക്കുവായിരുന്നു ഇച്ചിരി ഇച്ചിരി ആവുമ്പോ അല്ലേ? ആ. പിന്നെ പുതിയൊരു വരുമാനത്തിന്റെ കാര്യം ഞാൻ പറയാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമേ, ഇപ്പൊ ഈ ജാതിപത്രിയൊക്കെ ഇല്ലേ, ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ പുതിയൊരു വരുമാനത്തെ കുറിച്ച് ഞാൻ അമ്മയോട് പറയുമായിരുന്നു കേട്ടോ. വരുമാന മാർഗ്ഗം അമ്മയ്ക്ക് ഇപ്പൊ ഉണ്ടാക്കണമെങ്കിൽ ഈ ജാതിപത്രിയൊക്കെ നല്ല ഒന്നാന്തരം ജാതിപത്രി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ വലിയ ഗ്ലാമർ ഒന്നും ഇല്ല, വലിയ ഹൈബ്രിഡ് ഒന്നും അല്ല അല്ലെ? മഴക്കാലമൊക്കെ ആണ്. നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കൊറിയർ ആയിട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അല്ലെ? കാരണം ജാതിക്കൊക്കെ വേണമെങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ അല്ലെ, അവർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. പക്ഷെ ഇപ്പൊ അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇന്ന് വിൽക്കാൻ കൊണ്ടുപോകും അല്ലേ? അതൊക്കെ കൊണ്ട് കൊടുക്കാം. കാരണം പൈസക്ക് ഇച്ചിരി ആവശ്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഇച്ചിരി വളം ഇടണം, അപ്പൊ ഇച്ചിരി കക്ക മേടിക്കണം. അപ്പൊ നമ്മുടെ വാഴക്കൊക്കെ ഇച്ചിരി കക്കയൊക്കെ ഇട്ട് ഇച്ചിരി കുമ്മായൊക്കെ ഇടണം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളൊന്നും മേടിക്കാൻ പോകാനിരിക്കുന്നു. ഇവന് അവധി ദിവസമില്ല. പിന്നെ ഉണ്ടല്ലോ അമ്മ, ഞാൻ അമ്മയോട് വേറൊരു വരുമാനത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്നാ അമ്മേ, മറ്റേ അച്ചാറൊക്കെ ഉണ്ടാക്കി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അച്ചാറ്, ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാന്ന് ഞാനിങ്ങനെ പറഞ്ഞു. വലിയ ഇതൊന്നും അല്ല, കാരണം ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നറിയോ, ഞങ്ങൾ അത്ര വലിയ പൈസക്കാരോ അല്ലേ, ഒന്നുമല്ല, സാധാരണ ആൾക്കാരാണ്. ഈ പശു ഇറക്കാനുള്ളപ്പോഴാണ് ഈ മഴക്കാലത്ത് സൊസൈറ്റി പാലെടുക്കില്ല. അപ്പൊ ഞാൻ ഈ പാലൊക്കെ കാച്ചി ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ട്. മോര് വിൽക്കും, നെയ്യ് വിൽക്കും. അപ്പൊ എല്ലാരും പറയും നല്ല മോരാ, നല്ല ഇപ്പൊ ഞാൻ വലിയവരും പറയും ഞാൻ ഉറയൊഴിച്ചാൽ ആ മോരിന് പ്രത്യേക രുചി. അതെന്താന്ന് എനിക്ക് അറിയാൻ വയ്യാട്ടോ. ആ മോര് സംഭാരം കുടിക്കാനും ഒക്കെ. ഇവനോട് ഞാൻ പറയും നമ്മൾ കൂത്താട്ടുകുളം അവിടെ താമസിക്കാൻ പോകുമ്പോൾ ഉണക്കാകുമ്പോൾ നമുക്കൊരു സംഭാരം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. അയ്യോ, ഇനി അതോടെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഇനി അമ്മ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെന്ന് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പല കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ശരീരം കൊണ്ട് ഒട്ടും പറ്റൂല കേട്ടോ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ആയുസ്സും ആരോഗ്യം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ ഇതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നുള്ള ഒരു സന്തോഷം കൊണ്ട് എത്രയും സാധനം ഒന്നിച്ച് കണ്ടപ്പോൾ എനിക്ക് കണ്ടില്ലേ സാധനങ്ങള്. പിന്നെ വേറൊരു കാര്യം, കുരുമുളക് അപ്പുറം ഇരിക്കുവാണേ. പിന്നെ വേറൊരു കാര്യം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ല, കുരുമുളക് നമ്മൾ ഇത്രേ ഉള്ളൂ. ഇപ്പൊ പറിച്ചതാണ് അല്ലേ അമ്മ? ഈ വർഷത്തെ ഇത്രേ ഉള്ളൂ അമ്മ ഈ വർഷം നമുക്ക് അല്ലെ? ഇപ്പൊ ആകെ കുറച്ച് കൊടിയേ ഉള്ളൂ നമുക്ക് അല്ലെ? പറഞ്ഞില്ലേ, ചാക്കുംപടി വണ്ടി വിളിച്ചായിരുന്നു ഞാൻ കുരുമുളക് കൊണ്ട് വിറ്റോണ്ടിരുന്നത്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് അവിടെ കൂത്താട്ടുകുളത്തെ സ്ഥലത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ പ്ലാൻ ചെയ്യും. അപ്പൊ ഞാൻ അമ്മയുടെ അമ്മയുടെ ഗപ്പിയുടെ പരിപാടിയും അമ്മയുടെ ലവ് ബേർഡ്സ് വിക്കലുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇതിന്റെ ഇടയ്ക്ക്. ലവ് ബേർഡ്സിനെയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് വേണമെങ്കിൽ അവിടെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാർ ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ ക്യാച്ച് ചെയ്യും. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് ടൈം പാസിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, നമ്മൾ മുകളിൽ പണിത് നമ്മളിപ്പോ മുകളിൽ പണിയുന്ന കാര്യം ഒന്ന് പെൻഡിങ്ങിൽ നിൽക്കും കേട്ടോ, അതും കൂടെ പറയാലോ. നമുക്ക് താഴെ മാത്രം ചെയ്യാനുള്ള പൈസ നമുക്ക് സാമ്പത്തികം കുറച്ച് കുറവാണ്. അപ്പൊ നമുക്ക് ലോണിന് അപ്ലൈ ചെയ്തിട്ട് അതൊന്നും ശരിയായില്ല. ലോണിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അത് കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് സങ്കടമായിട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ താഴെ എങ്ങനെയും ചെയ്ത് ഒന്ന് കയറി താമസിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതും ഇപ്പൊ അറിയത്തില്ല എങ്ങനെയാന്നുള്ള കാര്യം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, നമുക്ക് മോള് ചെയ്യുവാണെങ്കിൽ നമുക്ക് മോളിൽ ഒരു കട തുടങ്ങുന്ന കാര്യത്തെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും 2ാം നിലയിൽ എന്ത് കട എന്ന് വിചാരിക്കും. പക്ഷെ അത് എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞങ്ങളുടെ ഇപ്പൊ കാവ്യാണേലും അമ്മയൊക്കെ ആണേലും നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഇച്ചിരി ഒരു കലാപരമായിട്ടുള്ള രീതിയിൽ ആർട്സ് ഡാൻസും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അമ്മയൊക്കെ ആണേലും അമ്മയൊക്കെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ചെറുപ്പത്തിൽ അല്ലേ? അമ്മയൊക്കെ. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞങ്ങള് കോസ്റ്റ്യൂംസ് അല്ലെ, ഡാൻസ് ഐറ്റംസിന്റെ ഇപ്പൊ ഗ്രൂപ്പ് ക്ലാസിക്കൽ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം അങ്ങനെയുള്ളതിന്റെ കോസ്റ്റ്യൂംസും ഓർണമെന്റ്സും ഒക്കെ റെന്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പ് അമ്മയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ടൈം പാസ് വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് അതിന് ഭയങ്കര പൈസ വേണം അല്ലേ തുടങ്ങണമെങ്കിൽ, 5 ലക്ഷം രൂപ വേണം തുടങ്ങണമെങ്കിൽ. അപ്പൊ അത് അറിയത്തില്ല എങ്ങനെയാന്ന്. അപ്പൊ ഞാൻ പറയുമായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ അതൊക്കെ അമ്മയ്ക്ക് ചെയ്യാൻ, അമ്മയ്ക്ക് അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയായതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും നമുക്കൊന്ന് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചു എന്താ വെച്ചാൽ ഞങ്ങളുടെ അമ്മയുടെ പഴയ കാലത്തെ അമ്മയുടെ വരുമാന മാർഗങ്ങളും അന്ന് അമ്മ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് കിട്ടുന്ന വരുമാന മാർഗങ്ങളും പിന്നെ ഇനി നമ്മൾ ഭാവിയിൽ നമ്മൾ കൂത്താട്ടുള്ളത് പോവുകയാണെങ്കിൽ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വരുമാന മാർഗങ്ങളും അല്ലെ? അവിടെ ഇതുപോലെ പറമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അച്ചാറ്, ചമ്മന്തിപ്പൊടി ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ വേണേൽ ചെയ്യാം.
പിന്നെ അതുമല്ല നമ്മൾ കൂത്താട്ടുകുളത്തേക്ക് മാറുവാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ കാണാൻ വന്നെങ്കിൽ ഈസി ആയിട്ട് അല്ലേ, നമ്മുടെ വീട്ടിൽ വന്ന് കാണാൻ വരികയാണെങ്കിൽ ഞങ്ങളെ കാണാൻ വരും, നമ്മുടെ വീട്ടിൽ വരികയാണോ ഭക്ഷണം കഴിക്കാനോ എല്ലാത്തിനും അല്ലേ. നിങ്ങൾ കൂത്താട്ടുകുളം ടച്ച് ചെയ്ത് പോണ സമയത്തൊക്കെ നമ്മുടെ അവിടെ വീട്ടിൽ ഇറങ്ങാം, നമ്മളെ കാണാം, നമുക്ക് നിങ്ങൾക്ക് ഒരു ഭക്ഷണം കഴിക്കണേ കഴിക്കാം അല്ലേ. അമ്മയ്ക്ക് പറ്റുമെങ്കിലല്ലേ പണ്ടായിരുന്നേ അമ്മ സദ്യ ഒരുക്കി കൊടുത്തല്ലേ. അത് തന്നെ, അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ജസ്റ്റ് കാണാനും അതൊരു സന്തോഷം അല്ലേ അമ്മേ. പിന്നെ ആരുടെ നമ്മുടെ വീട്ടിലോട്ട് വിരുന്നുകാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ അത് പറയാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ ആരും വരാനായിട്ടില്ല ഇവിടെ അല്ലേ. ഞങ്ങൾക്ക് വിരുന്നുകാരില്ലാത്ത വീടാ ഞങ്ങളുടെ അല്ലേ. ആകെ വരുന്ന കാവ്യം പിള്ളേരും മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ ഞങ്ങളുടെ അടുത്തൊന്നും ഞങ്ങളുടെ ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ പിന്നെ അതുമല്ല, പിന്നെ നമുക്ക് വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ട്, അങ്ങനെ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ആരും വരാറില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൂത്താട്ടമാകുമ്പോ വേണം എല്ലാവർക്കും വരാനും എടുക്കാനും ഒക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ ഐഡിയ പറഞ്ഞു തരുവാണല്ലേ അമ്മേ. അമ്മ ഇനി അതിനൊക്കെ ഡെവലപ്പ് ചെയ്ത് അമ്മയുടെ കാര്യത്തിന് ടൈം പാസിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഒട്ടും ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊക്കെ ചെയ്യാനൊക്കെ അമ്മ വിചാരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ രാത്രിയിലത്തെ, ഈ രാത്രിയല്ല രാവിലത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാം, അച്ഛൻ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും താല്പര്യമില്ല. അതുകൂടെ അച്ഛനോട് കൃഷി ചെയ്യണം, ഒരു കാന്താരി ചെയ്യണം, അങ്ങനൊന്നും ഒരു കാര്യം പണിക്ക് പോയ സമയത്ത് പണിക്ക് പോയി എന്നല്ലാതെ കണ്ട ഒരു കാര്യത്തിനും പുള്ളിക്ക് ഒരു താല്പര്യമില്ല. പുള്ളി നമ്മളോട് ഇതിന്റെ കൂടെ നമ്മളോട് ചിലര് ചോദിക്കൂട്ടോ, ഈ യൂട്യൂബ് ചെയ്യുമ്പോ എന്നെ അച്ഛൻ വരാത്തെന്ന് ചോദിക്കും. അച്ഛൻ ഇതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് വലിയ കാര്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ വരാത്തത്. ജാതിക്കാൻ പറക്കി തരും. ഈ ജാതിക്ക എല്ലാം മരത്തെ കയറി പറിക്കണതും ഏണിയൊക്കെ വെച്ച് കയറി പറിക്കണതും ഉണങ്ങണതൊക്കെ അച്ഛന്റെ പരിപാടിയാണല്ലേ. ഇപ്പൊ അങ്ങനെ ഉണങ്ങാനൊന്നും കൂടുന്നില്ല, പറിച്ചോടെ വെച്ച് ഇപ്പൊ അപ്പുറത്ത് പറക്കി വെച്ചിട്ടുണ്ട് കുറെ അല്ലേ. അപ്പൊ അങ്ങനെ അച്ഛൻ അങ്ങനെ ഒരു താല്പര്യം കൃഷിയായിട്ടെന്നുള്ള ഒരു താല്പര്യവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണം അയ്യോ അച്ഛനെ ഇവരൊന്നിനും കൂട്ടുന്നില്ല, അച്ഛന് കൂടണമെന്നും താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കാറുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഇതിപ്പോ. അപ്പൊ ഇത് കാണിച്ചത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലിരിക്കുന്ന ലേഡീസിനെ സംബന്ധിച്ച് പലരും പറയും അവളൊരു പണിക്കും പോകുന്നില്ല, അവൾക്കൊന്നുമില്ല, അവള് ചുമ്മാ ഇരിപ്പാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ വീട്ടിലിരിക്കുന്ന ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ, അമ്മമാരായിട്ടുള്ള ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ കേൾക്കുന്ന പല അമ്മമാരും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കാണും അല്ലെ. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ അതിലൂടെ നടന്നു പോകുന്ന വലിയൊരു വരുമാന മാർഗം തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഇപ്പൊ അമ്മ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ല വെറുതെ ഒന്നും അല്ല ചെയ്യുന്ന, അത്യാവശ്യം അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള വലിയ യൂട്യൂബ് ചാനലിന്റെ പോലെ പൈസയൊന്നുമില്ല. അമ്മയുടെ മരുന്ന് വാങ്ങിക്കാനും അമ്മയുടെ കാര്യങ്ങൾക്കുള്ള പൈസയൊക്കെ അമ്മ അതിൽ നിന്ന് കാര്യങ്ങൾ നടന്നു പോകാനുള്ള അവസ്ഥയിലേക്ക് ദൈവം സഹായിച്ചെത്തുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വ്യൂ ഒക്കെ കുറവൊക്കെ ഉണ്ട്, അതിപ്പോ ഇതിന്റെയൊക്കെ ആയിരിക്കും ഒക്കെ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് തയ്യാറാവണം. പിന്നെ നമ്മൾ ഒരു റോഡ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്കൊരു വീടാണ്, വീട് നമുക്ക് പൈസയൊന്നും തരത്തില്ല. പക്ഷെ ആ വീട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാനായിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് വലിയ നമുക്ക് സമ്പാദിക്കാനൊന്നും അല്ല അല്ലെ, നമ്മുടെ ജീവിതം കഴിയണം. ഞങ്ങൾ അങ്ങനെ വലിയ സമ്പാദ്യക്കാരോ അങ്ങനെയൊന്നും അല്ല. അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഞങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ. ഞങ്ങളുടെ ജീവിതവും കഷ്ടപ്പാടും, കഷ്ടപ്പാടിന്റെ അകത്തൊക്കെ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോഴേക്കും അല്ലേ. ഇപ്പൊ നമുക്ക് കഷ്ടപ്പാട് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. പണ്ടൊക്കെ ഭക്ഷണത്തിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് ജീവിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അതല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണങ്ങളൊക്കെ ഈ ചാനലും കൂടെ ചെയ്യുന്നതുകൊണ്ട് അവര് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ദൈവം ഓർക്കൂല്ല, അതേ അവർക്ക് അത്രയും ഭക്ഷണത്തിന് കൊടുത്തിട്ട് അവര് അപ്പൊ ഭക്ഷണമൊക്കെ കഴിയും. പക്ഷെ ഇപ്പൊ എനിക്ക് ഭക്ഷണം വേണ്ട, അങ്ങനെ ഒരു കാര്യം ഒന്നും കഴിക്കത്തില്ല. കഞ്ഞിയൊക്കെ കുടിക്കുന്ന 2, 3, 4 ദിവസം കൂടുമ്പോൾ ഇച്ചിരി ഭക്ഷണം ചോറൊക്കെ ഉണ്ണുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളുമായിട്ട് ഞാൻ എന്റെ അമ്മയുടെ ഏറ്റവും സന്തോഷം ഇങ്ങനെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം. പഴയകാല ജീവിത കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു. അപ്പൊ ഇത്രയും സന്തോഷം. അപ്പൊ ഇന്നിതിപ്പോ പറയാൻ കാരണം ഇപ്പൊ ഇതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പോകും. ഇന്ന് മാർക്കറ്റിൽ പോകാനായിട്ട് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാം നിങ്ങളെ കാണിക്കാം, നമ്മുടെ വെക്കുന്ന കടയും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോണ്, നമ്മൾ വീടിന്റെ പണിക്ക് ലോൺ കൊടുത്തില്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ വീട് പണിയാനേ ഇരുന്നല്ലായിരുന്നു. ഞാൻ അമ്മയോട് ഇപ്പൊ പണിയണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അമ്മയ്ക്ക് പിന്നെ ഉള്ള കാര്യം വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് മാറണം, വഴിയുള്ള സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എങ്ങനെങ്കിലും പണിയാന്ന് വെച്ചാൽ നമ്മൾ ലോൺ എല്ലാം റെഡി ആയിട്ട് എല്ലാം കൊടുത്തെല്ലാം സെറ്റ് ആയതാണ്. നമ്മൾ KSFലാണ് ലോണിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നത്. കാരണം നമ്മുടെ പ്രോപ്പർട്ടി ഒക്കെ അവിടെയാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ അവിടെ ചില ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ലോൺ, നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്ന ഒരു ബ്രാഞ്ചിൽ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്താൽ നമ്മുടെ വീട് പണിയുന്നതിന്റെ അടുത്തുള്ള വേറൊരു ബ്രാഞ്ചിലാണ്. അപ്പൊ ഈ ബ്രാഞ്ചുകൾ തമ്മിലൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മളുടെ ലോണിന്റെ താമസിച്ച് നമ്മളിങ്ങനെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ അതിന്റെ പിന്നാലെ നടക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുവാണ്. ശരിക്കും പറയാം, അതിന്റെ വിശദ വിവരങ്ങൾ പിന്നീട് ഒരു ദിവസത്തെ വീഡിയോയിൽ പറയാം.
പിന്നെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്നറിയാൻ പാടാത്ത ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും ബ്രാഞ്ചിൽ ഒന്ന് പോകാം, എന്തായി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു പോകുന്നത് കൊണ്ടാണ് ഇന്ന് ഇത് കൊടുക്കുന്നില്ല. നാളെ നമ്മൾ ഇത് കൊടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ പർച്ചേസിങ്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അല്ലേ. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഒത്തിരി സമയമായി. ഞങ്ങളുടെ വീട്ടുവിശേഷമാണ്. ചിലര് വിചാരിക്കും നിങ്ങൾ എന്നാ ഈ അമ്മയും മോനും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പറയാനാണെങ്കിൽ പറയാൻ കുറെ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ട്. നമ്മൾ പറയാനൊക്കെ. അതുപോലെ നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് നമ്മൾ ജീവിച്ച ഒരു കുടുംബമാണ്. അപ്പൊ അന്ന് ഞാൻ എല്ലാരും പറയാ അവള് അങ്ങനെ അന്നും ആണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും അവള് ഇങ്ങനെ കൂലിപ്പണിക്ക് പോകുന്നില്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ കഴിയാവുന്ന സഹായം, ഒരു 4 കാന്താരിമുളക് നട്ടാലും നമുക്ക് ചന്തയ്ക്ക് പോകാമെങ്കിൽ, ഇപ്പൊ കാന്താരിമുളക് കൂടെ പഴുത്ത് പോകും. പണ്ട് ഞാൻ അതൊക്കെ പറിച്ച് ചന്തയിൽ കൊണ്ടുവരുന്നു. 1000 രൂപയുടെയൊക്കെ കാന്താരി കൊണ്ട് വിൽക്കുമായിരുന്നു. അതെല്ലാം പറിച്ചെടുത്ത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു 10 പൈസയുടെ വരുമാനം ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും നമ്മൾ സ്ഥലമില്ലാത്തവർ കൂട് നിറച്ചിട്ട് കൂടിനകത്താണെങ്കിലും നമ്മുടെ മുറ്റം നിറച്ച് വെക്കാം. വെച്ചിട്ട് നമ്മൾ അങ്ങനെ പിന്നെ നമ്മുടെ ഉള്ള സൗകര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ജീവിക്കാൻ എന്ത് മാർഗം കണ്ടെത്താം എന്ന് അപ്പൊ നോക്കാം. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും ഒന്നും ആരും മറക്കുകയും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം അല്ലേ. അപ്പൊ കാരണം നമുക്ക് ഓരോ കാര്യങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരും. നീ ഇന്ന പോലെ ജീവിക്കുന്ന ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഇതൊക്കെ. അത് നമ്മുടെ മിടുക്കൊന്നും അല്ല ഇതൊന്നും. ഇപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു ഇതാ. അനുഗ്രഹം. എനിക്ക് ഇത്രയും പ്രായം ഉണ്ടായിട്ട് ഞാൻ എനിക്കിപ്പോഴും ജോലി ചെയ്യുന്ന ഒരു മടിയില്ല. എനിക്ക് പാടുകേടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും നല്ലപോലെ കളച്ചേന്. ഇപ്പൊ കളക്കുന്നു, നട്ടലിന് അകൽച്ചുള്ളോണ്ട് കളക്കില്ലേ. എനിക്ക് എന്നാലും ഞാൻ പോയി സ്റ്റൂളൊക്കെ ഇട്ട് ഇരുന്ന ചെറിയൊരു കുഞ്ഞു മാന്തി തൂപ്പ കൊണ്ട് ഞാൻ മാന്തി വലിയ 15 ഇഞ്ച് മിനിയാന്ന് നട്ടു. പോമേ അമ്മയോട് ഡോക്ടർ കുനിയല്ലേ എടുക്കല്ലെന്ന് പറഞ്ഞേക്കാം. സ്റ്റൂളിട്ട് ഇരുന്നാ ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മളിങ്ങനെ ബ്ലാ ബ്ലാ പറയുവാന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ബ്ലാ ബ്ലാ ഒക്കെ ആയിട്ട് തോന്നും. പക്ഷെ ചിലർക്കെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടും അല്ലെ. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള, ജീവിതത്തിൽ ചെയ്യാനുള്ള ഒരു ഐഡിയ മറ്റുള്ളവർക്ക് കിട്ടും. പിന്നെ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഐഡിയലായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ മടുപ്പായി പോകും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ജീവിതത്തിനൊരു സന്തോഷം, മനസ്സിനൊരു സന്തോഷം അല്ലെ ഒക്കെ കിട്ടും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ ഒന്നും കൂടെ പറയണം, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒപ്പം വേറൊരു കാര്യമാണ് പറഞ്ഞത്, നമ്മുടെ ഇൻസ്റ്റാ പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. ഒപ്പം നമ്മുടെ വാട്സപ്പിന്റെ നമ്പറും നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അല്ലേ.